സൗഹൃദ വിരുന്ന് വിവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് NK പ്രേമചന്ദ്രൻ MP. മോദി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതി നടപ്പാകുമെന്ന് MP പറഞ്ഞു. കുണ്ടറയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയായിരുന്നു വിവാദ പ്രസംഗം. പ്രേമചന്ദ്രന്റെ മോദി പ്രശംസയെ കയ്യടികളുമായാണ് BJP പ്രവർത്തകർ സ്വീകരിച്ചത്. മണിക്കൂറുകൾക്കകം കോൺഗ്രസ് വേദിയിലെത്തിയ പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യടിയും നേടി. പ്രധാനമന്ത്രിയുടെ ഉച്ചവിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ NK പ്രേമചന്ദ്രൻ MPക്ക് നേരെയുണ്ടായ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് വീണ്ടും പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ച് വിവാദത്തിലായത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പദ്ധതികൾ മാസം തോറും അദ്ദേഹം വിലയിരുത്തൽ നടത്തുമെന്നും ഈ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ കിട്ടിയത് മഹാഭാഗ്യമാണെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ കൃത്യമായി വിശദമായിട്ടുള്ള ഓരോ മാസവും അതിന്റെ റിവ്യൂ നടക്കും, മോണിറ്ററിംഗ് നടക്കും. അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും നമ്മെ സംബന്ധിച്ച് വളരെ അനുഗ്രഹീതമാണ്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. ഇതോടെ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ആയുധത്തിന് മൂർച്ച കൂടി. നേരത്തെ ബൈപ്പാസ് ഉദ്ഘാടനവും വിവാദ വിരുന്നും ആരോപണമായി വന്നതിന് പിന്നാലെയാണ് പ്രേമചന്ദ്രന്റെ വായിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുള്ള പരാമർശമുണ്ടായത്. എന്നാൽ വിവാദ പ്രസംഗം നടത്തി പ്രേമചന്ദ്രൻ നേരെ എത്തിയത് കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ സമരാഗ്നി വേദിയിലേക്ക്. അവിടെ നേരെ തിരിച്ച് മോദി ഗ്യാരണ്ടിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഗംഭീര പ്രസംഗം. ഞങ്ങൾ പൊതുസംവാദത്തിന് തയ്യാറാണ്. 2004 മുതൽ 14 വരെയുള്ള മൻമോഹൻ സിംഗ് UPA ഗവൺമെന്റിന്റെ ഭരണകാലഘട്ടത്തിലെ ധനസ്ഥിതിയും രാജ്യത്തിന്റെ പുരോഗതിയും 2014 മുതൽ 24 വരെയുള്ള മോദി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലെ ധനസ്ഥിതിയെ സംബന്ധിച്ചും രാജ്യത്തിന്റെ പൊതുവികസിത സൂചികയെ സംബന്ധിച്ചും ഒരു പൊതുസംവാദത്തിന് നമ്മൾ തയ്യാറാണ്. പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയതിനെക്കുറിച്ച് പ്രേമചന്ദ്രനോട് ചോദിച്ചെങ്കിലും പ്രതികരിക്കാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെ ആ റെയിൽവേന്റെ വിഷയത്തിൽ വലിയ തോതിലൊരു ഇത് വന്നിട്ടുണ്ട്. തല്ലിയും തലോടിയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രേമചന്ദ്രന്റെ പ്രസംഗം ഇപ്പോൾ തന്നെ ഇടതുപക്ഷം ആയുധമാക്കിയെടുത്തു. MPക്ക് BJP ബന്ധം ആരോപിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പരമാവധി നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കും. റിപ്പോർട്ടർ, കൊല്ലം.